നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് കേരളത്തിലെ വ്യാപാരികളുടെ, വ്യവസായികളുടെ, സംരംഭകരുടെ ഒക്കെ നേതാവായിട്ടുള്ള കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷനാണ് ശ്രീ രാജു അപ്സരയാണ്. നിരവധിയായ പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ന് കേരളത്തിലെ വ്യാപാര മേഖല, സംരംഭക മേഖല കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ്. സംസ്ഥാന സർക്കാരിനെ കൊണ്ട്, കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് ഫെബ്രുവരി 13 സമാപിക്കുകയാണ്. ഫെബ്രുവരി 13 പുത്തരിക്കണ്ടം മൈതാനത്ത് വലിയൊരു പ്രക്ഷോഭം തന്നെ നടക്കുകയാണ്. അതിന് മുന്നോടിയായുള്ള യാത്രയുടെ ഭാഗമായി വയനാട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹം വയനാട് വിഷനിൽ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. നമസ്കാരം സാർ, സ്വാഗതം ഈ ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രക്ഷോഭത്തിലാണല്ലോ ഉള്ളത്. അതും ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രക്ഷോഭത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഫെബ്രുവരി 13 വരെ അവസാനിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഈ ഒരു സമരത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം? എന്താണ്? സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുതൽ മുടക്കുന്ന സംരംഭകർ നിലനിൽക്കാൻ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ്. അതിൻ്റെ കാരണം ചെറുകിട മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭകർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റാത്ത നിയമവ്യവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഉദാഹരണത്തിന് 1991 നരസിംഹറാവിൻ്റെ ഉദാരവൽക്കരണ നിയമം കൊണ്ടുവന്നത്. ആ നയത്തിൻ്റെ ഭാഗം അന്നത് ഒരു ചെറിയ ചെടിയായിരുന്നെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിയും തോറും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സംരംഭകരെ മുഴുവൻ വിഴുങ്ങാൻ തുടങ്ങി. അതായത് ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ കോർപ്പറേറ്റുകൾ സംരംഭകരായ ചെറുകിട സംരംഭകരെ എങ്ങനെ നശിപ്പിക്കാമെന്നും വളരെ വിദഗ്ധമായി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും. അതായത് നമ്മുടെ പഠന റിപ്പോർട്ട് അനുസരിച്ച് 4 കോടി സംരംഭകരാണ്, ചെറുകിട സംരംഭകരാണ് ഇന്ത്യയിലുള്ളത്. ആ 4 കോടി ചെറുകിട സംരംഭകരോടൊപ്പം അവിടെ തൊഴിലെടുക്കുന്ന തൊഴിലാളിയുടെ എണ്ണം 16 കോടിയാണ്. അപ്പോൾ 20 കോടി ജനങ്ങളാണ് ഇന്ത്യയിലെ ചെറുകിട വ്യാപാര മേഖലയിലുള്ളത്. ഈ വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുവരവോടുകൂടി അവർ ചെറിയ ആനുകൂല്യം നൽകിക്കൊണ്ട് ഈ മേഖലയെ ഇല്ലാതാക്കുക, അതിലൂടെ ഈ 20 കോടി ജനങ്ങളുടെ ജീവിതമാർഗത്തിൽ ലഭിക്കുന്ന ആ സാമ്പത്തിക ലാഭം മുഴുവൻ ഏതാനും വിരലെണ്ണാവുന്ന കോർപ്പറേറ്റുകളുടെ പോക്കറ്റിലാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പം നിങ്ങളുടെ ഈ സമരം ശരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെയാണോ അതോ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയാണോ? ഈ സമരം സത്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എതിരായിട്ടുള്ള 29 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അതിൻ്റെ വിശദമായ 29 ആവശ്യം നിങ്ങളെ കിട്ടിക്കാണോ? അല്ലെങ്കിൽ ഇപ്പോൾ അതെ നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ വാർത്തയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇതിൽ എന്തോ നിങ്ങൾ പറയുന്നത് കേട്ടു, ഇതിൽ 3 ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു എന്ന് പറയുന്നു. ഏതൊക്കെയാണ് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചത്? അതായത് നമ്മുടെ സംസ്ഥാനത്ത് 1981 കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന രൂപം കൊള്ളുന്നത്. അന്ന് വലിയ ബുദ്ധിമുട്ടുകൾ വ്യാപാരികൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ സംഘടന രൂപീകരിക്കാൻ കാരണമായത്. അന്ന് ചുമട്ടുതൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ചുമട്ടുതൊഴിലാളികൾ വലിയ മോശമായ രീതിയിൽ പെരുമാറ്റവും അവർ തന്നെ അവരുടെ കൂലി നിശ്ചയിക്കുന്ന സമ്പ്രദായം, ഏതെങ്കിലുമൊക്കെ സീസൺ സമയത്ത് ഓണമോ ബക്രീദോ ക്രിസ്മസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന വേതനത്തിൻ്റെ ഇരട്ടി തുക അവർ തന്നെ തീരുമാനിക്കുകയും കച്ചവടക്കാരന് കിട്ടുന്ന ലാഭമില്ല എന്ന് മാത്രമല്ല കച്ചവടത്തിൽ നഷ്ടം വരുന്ന ഒരവസ്ഥ വരികയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ ഒക്കാതെ വന്നപ്പോഴാണ് അത് വ്യാപാരികൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ അരിയങ്ങാടിയിലെ വ്യാപാരികൾ ഏതാണ്ട് 1 മാസത്തിലധികം കടകൾ അടച്ചിടേണ്ട സാഹചര്യം വന്നു. പിന്നീട് വലിയ ചർച്ചകൾക്കൊക്കെ ശേഷമാണ് കടകൾ തുറക്കാൻ കാരണം. ആ സമരം, അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലെ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ ശല്യം വളരെ വലുതായിരുന്നു. ഉദാഹരണത്തിന് അന്നത്തെ ആലപ്പുഴ ജില്ലയുടെ ഭാഗമായിരുന്നു പത്തനംതിട്ടയുടെ ഭാഗങ്ങൾ. അപ്പോൾ പറക്കോടെന്ന, ഇപ്പോൾ പത്തനംതിട്ടയിലുള്ള പറക്കോടെന്ന സ്ഥലത്ത് ഒരു വ്യാപാരി അവിടെ കടയിൽ കയറി സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി ചോദിച്ച് കൊടുക്കാത്തതിന് ഒരുതരം പ്രതികാര ബുദ്ധിയുള്ള കടപരിശോധനയും, ആ കടപരിശോധനയിൽ മനംനൊന്ത വ്യാപാരി ആ കടയിൽ വീണ് പരിശോധന സമയത്ത് ഹൃദയം പൊട്ടി മരിച്ചു. ഈ സംഭവവും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഭുവനേന്ദ്രൻ എന്നൊരു വ്യാപാരി, പോലീസുകാർ ഇത്തരം
കൈക്കൂലി ചോദിച്ചു കൊടുക്കാത്തതിന് അയാളെ കള്ളക്കേസിൽപ്പെടുത്തി അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഉപദ്രവിച്ച് കൊല്ലുകയും ചെയ്തു. ഈ 3-4 സംഭവങ്ങൾ കേരളത്തിലെ വ്യാപാരികളെ സംഘടിപ്പിക്കുവാൻ കൂടുതൽ പ്രേരണ നൽകി. അങ്ങനെയാണ് CM ജോർജും MO ജോണും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിലെ അന്ന് നിലനിന്ന ലോക്കലായി നിലനിന്ന 100-ലധികം യൂണിറ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടന 1981 രൂപീകരിക്കുന്നത്. ഇപ്പോഴിത് പ്രബലമായ ഒരു സംഘടനയായി വളർന്നല്ലോ. ടി നസറുദ്ദീനൊക്കെ കുറേ കാലം നയിച്ച ഒരു സംഘടന ഇപ്പോൾ അങ്ങ് പ്രസിഡൻ്റായി ചാർജ് എടുത്തതിന് ശേഷം അന്നത്തെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ രീതി മാറി, ഇപ്പോഴത്തെ കച്ചവടക്കാരുടെ രീതി മാറി, സിസ്റ്റം ആകെ മാറിയ ഒരു സാഹചര്യത്തിൽ കുറേ ചലഞ്ചുകളുണ്ട്. ഈ ചലഞ്ചൊക്കെ എങ്ങനെയാണ് ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങ് ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ സംഘടന ഒരു കേഡർ പ്രസ്ഥാനമാണ്. അതായത് 3500ഓളം യൂണിറ്റുകളുള്ള വളരെ സുസ്ഥിരമായ 140 നിയോജകമണ്ഡലം കമ്മിറ്റികളുള്ള, അതുപോലെ തന്നെ 14 ജില്ലാ കമ്മിറ്റികളുള്ള 3500 യൂണിറ്റുകളിൽ സ്വന്തമായി കെട്ടിടമുള്ള 2000-ലധികം യൂണിറ്റുകളുണ്ട്. എല്ലാ ജില്ലാ കമ്മിറ്റികളും സ്വന്തമായ ബിൽഡിങ്ങുകളുണ്ട്. അങ്ങനെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓഫീസുകൾ ഉള്ള ഒരു സ്ഥാപനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഉദാഹരണത്തിന് പത്തനംതിട്ടയിലെ ശബരിമലയിൽ ഒരു ഓഫീസുള്ള ഏക പ്രസ്ഥാനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒട്ടനവധി ഓഫീസുകളുണ്ട്, സ്കൂളുകളുണ്ട്, ഓഡിറ്റോറിയങ്ങളുണ്ട്. അങ്ങനെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്കുള്ളതിനേക്കാളും സംഘടന യൂണിറ്റ് തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ വളരെ ശക്തമാണ്. ഇങ്ങനെയൊക്കെ ശക്തി ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടത്തേണ്ട ഒരു ആവശ്യം എന്താണ്? പിന്നെ ഞങ്ങളുടെ സംഘടനയ്ക്ക് ശക്തി ഉണ്ടാകുന്നത് സംഘടനയ്ക്കിലെ അംഗങ്ങൾക്ക് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസമാണ്. ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്ന് അവർ തന്നെ തരുന്ന സഹായവും മാസവരിയും അല്ലാതെ മറ്റൊരു വിഭാഗങ്ങളിൽ നിന്നും 1 രൂപ പോലും ഞങ്ങൾ സംഭാവനയെ സ്വീകരിക്കാറില്ല, ചോദിക്കാറില്ല, വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ഞങ്ങളെ സംരക്ഷിക്കാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റ സംഘടനയെ ഉള്ളൂ എന്ന് അംഗങ്ങൾക്കുള്ള ഉത്തമ വിശ്വാസമാണ് സംഘടനയുടെ ഇത്രയും വലിയ കെട്ടുറപ്പിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ പ്രക്ഷോഭം നടത്തേണ്ട ഒരു സാഹചര്യം വന്നത് പെട്ടെന്നുണ്ടായ സാഹചര്യങ്ങൾ കൊണ്ടാണോ, അതെയോ കാലാന്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ഒക്കെ വന്ന് കേന്ദ്ര നയങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ നയങ്ങളൊക്കെ കൊണ്ടുവന്നതാണോ, അതെയോ ഇപ്പോൾ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ മാത്രം ഒരു തീരുമാനങ്ങൾ കൊണ്ടാണോ വരേണ്ടി വന്നത്? ഞങ്ങൾ 2000-ൽ ഡൽഹി നടത്തിയ ഒരു മാർച്ചുണ്ട്, ഡൽഹി മാർച്ച്. ആ ഡൽഹി മാർച്ചിൽ അന്നത്തെ ഈ സംസ്ഥാനത്തു നിന്നുള്ള MPമാരും മറ്റും അവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞത്, കേരളത്തിൽ നിന്ന് പല രാഷ്ട്രീയ പാർട്ടികളും ഡൽഹി മാർച്ചിന് വന്നിട്ടുണ്ട്. ഇത്രയും ആയിരക്കണക്കിന് ആളുകൾ ഇതുപോലെ പങ്കെടുത്ത ഒരു മാർച്ച് ചരിത്ര സംഭവമാണെന്ന് അന്നത്തെ കാലത്തെ MPമാരും മറ്റും പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കേഡർ പ്രസ്ഥാനം, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ നിരന്തരം ഗവൺമെൻറ്റിനോട് ആവശ്യമാണ്. പിന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയെ പോലെ നിരന്തരം സമരം ചെയ്യുന്നൊരു പ്രസ്ഥാനമല്ല. ഞങ്ങൾ സ്വാഭാവികമായും തീരെ സഹികെടുമ്പോഴാണ് ഇത്തരം സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ചാൽ, ഒന്ന് കോർപ്പറേറ്റുവൽക്കരണം കാരണം നിലനിൽപ്പില്ലാത്ത ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ഏതാണ്ട് 1 ലക്ഷത്തോളം വ്യാപാര സ്ഥാപനങ്ങൾ ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ അടച്ചുപൂട്ടപ്പെട്ടു. 100ഓളം വ്യാപാരികൾ കഴിഞ്ഞ 10 വർഷത്തിനകം വെച്ച് ആത്മഹത്യ ചെയ്തു. 10,000-കണക്കിന് വ്യാപാരികളുടെ വീടും വസ്തുവും വിറ്റ് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ അടുത്ത കാലത്ത് കോട്ടയത്തൊരു വ്യാപാരി 5 ലക്ഷം രൂപ ലോൺ എടുത്ത് ബിനു എന്ന വ്യാപാരി ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്ത വ്യാപാരിക്ക് ആ ബാങ്ക് ലോൺ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടും അദ്ദേഹത്തോട് മാനേജർ മോശമായി പെരുമാറിയതുകൊണ്ടും ആത്മാഭിമാനം കൂടുതൽ കാണിക്കുന്ന ആളെന്ന നിലയിൽ അദ്ദേഹത്തിന് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ആ വീട്ടിൽ ഞാൻ പോയി. അപ്പോൾ ചെന്നപ്പോൾ അവരൊരു വാടക വീട്ടിലാണ്. ഉണ്ടായിരുന്നൊരു വീട് കച്ചവടത്തിൽ നഷ്ടം വന്ന് വസ്തു വീട്ടതാണ്. ആ കടയിൽ ഒരു തൊഴിലാളിയുണ്ട്. ആ തൊഴിലാളി 1 ഏക്കർ വസ്തുവിലുള്ള ഭൂമിയിൽ നല്ല സമൃദ്ധമായി ജീവിക്കുന്നു. ആ കടയിലെ മുതലാളിയുടെ അവസ്ഥ വാടക വീട്ടിലാണ്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുവരുന്ന സംഭവമാണ്. ഇത് പൊതുസമൂഹവും ഗവൺമെൻറ്റും മനസ്സിലാക്കണം എന്നുള്ളതാണ്. കാരണം ഇന്ന് 100 കണക്കിന് നിങ്ങൾ പരിശോധിച്ചാൽ 100 കണക്കിന് വ്യാപാരികൾ അവരുടെ സ്വന്തം കുടുംബവും വീടും അച്ഛൻ കൊടുത്തതായിരിക്കാം, അമ്മ കൊടുത്തതായിരിക്കാം, അധ്വാനിച്ചുണ്ടാക്കിയതായിരിക്കാം, പലതരത്തിലുണ്ടായതായിരിക്കാം. പക്ഷേ ആ വീടും വസ്തുവും വിറ്റിട്ട് കച്ചവടത്തിൻ്റെ നഷ്ടം നികത്താൻ ശ്രമിക്കും. നിങ്ങൾ ഇങ്ങനത്തെയുള്ള പ്രതിസന്ധികളൊക്കെ ഉള്ളപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ സഹായം കാത്തു നിൽക്കാതെ എന്തോ ഒരു മാതൃകാപരമായ പദ്ധതി, സുരക്ഷയോ എന്താണ് അതിൻ്റെ പേര്, ഞങ്ങൾ ഒട്ടനവധി പദ്ധതികൾ ഓരോ യൂണിറ്റുകൾ, ജില്ലകൾ അങ്ങനെ നടപ്പാക്കിക്കൊണ്ട് അതാത് പ്രദേശങ്ങൾക്കനുസൃതമായി പെട്ടെന്ന് മരണപ്പെട്ടാൽ 10 ലക്ഷം വരെ കൊടുക്കുന്ന സഹായ പദ്ധതിയുണ്ട്, 15 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന പദ്ധതിയുണ്ട്, അതുപോലെ രോഗം വന്നാൽ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. അത്തരം കൈത്താങ്ങ് കൊണ്ട് ഒക്കെ നിൽക്കാനൊക്കുന്നതിന് പരിധികളുണ്ട്.
മനസ്സിലായി. ഇപ്പം അത് പലപ്പോഴും ഈ ബാങ്ക് കടം വന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോഴായിരിക്കും സംഘടന അറിയുന്നത്. വ്യാപാരിയുടെ പ്രത്യേകത വലിയ അഭിമാനബോധമുള്ളവരാണ്. അവർ എല്ലാവരെയും സഹായിക്കുന്നവരാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ യോഗങ്ങൾ നടത്തുന്നത് വ്യാപാരികളുടെ സഹായത്തോടാണ്. നമ്മുടെ രാജ്യത്ത് അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തുന്നത് 95% വ്യാപാരിയുടെ പണം ഉപയോഗിച്ചാണ്. നമ്മുടെ രാജ്യത്തെ പള്ളികളിൽ നടക്കുന്നതും ക്ഷേത്രങ്ങളിൽ നടക്കുന്നതും ഉത്സവങ്ങളെല്ലാം വ്യാപാരിയുടെ സഹായത്തോടാണ്. അപ്പം എന്ത് നല്ല പ്രവൃത്തി നടന്നാലും നമ്മുടെ ടൗണിൽ ഒരു പട്ടി ചത്ത് കിടന്നാൽ അതിനെ കുഴിച്ചിടുന്നതിന് 4 വ്യാപാരികൾ ഒത്തുകൂടി പൈസ ഇട്ടെങ്കിൽ അത് നീക്കം ചെയ്യത്തുള്ളൂ. ഇതാണ് നമ്മുടെ നാടിൻ്റെ വ്യവസ്ഥ. വ്യാപാരികൾ അതിന് തയ്യാറാണ്. അവർ വലിയ മനസാക്ഷിയുള്ളവരാണ്. അവരെപ്പോഴും മറ്റുള്ളവരെ സഹായിച്ച ശീലം. പക്ഷേ അവരുടെ പ്രശ്നം പറയില്ല. അവരുടെ പ്രശ്നം, അവരുടെ ബുദ്ധിമുട്ടും പലപ്പോഴും അവർ മരണപ്പെട്ടു കഴിഞ്ഞോ, ആത്മഹത്യ ചെയ്തോ, നാട് വിട്ടു കഴിഞ്ഞോ, അവരുടെ വീടും വസ്തുവും വിറ്റു കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ പോലെ അറിയുന്നത്. അതിൻ്റെ കാരണം കുട്ടിക്കാലം മുതലേ അവർ വ്യാപാരവുമായി ചെറുപ്പം മുതലേ ബന്ധപ്പെടുകയും എല്ലാവർക്കും അവർ പണം കൊടുത്ത് സഹായിക്കുകയും അങ്ങനെ പലപ്പോഴും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കാം, മറ്റുള്ളവരുടെ കടം വാങ്ങിച്ചിട്ടായിരിക്കാം. പക്ഷേ എപ്പോഴും അവരുടെ പണം കാണാൻ അത്യാവശ്യം. ആ പൈസ അവരെപ്പോഴും ആളുകൾക്ക് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവക്കാരായതുകൊണ്ട് അവർക്ക് മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കാൻ പൊതുവെ മാനസികമായി വലിയ താല്പര്യമില്ലാത്ത അവർ പരീക്ഷയ്ക്ക് പൈസ എടുക്കും, അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, പക്ഷേ മറ്റൊരാൾക്ക് പോയി ഒരു സഹായം ചോദിക്കില്ല. അതാണ് അവരുടെ പ്രത്യേകത. ഇപ്പം പ്രസിഡന്റ് തന്നെ പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞപ്പോഴും നേരത്തെ പ്രസംഗം കേട്ടപ്പോഴും എനിക്ക് കേട്ട ഒരു കാര്യം, വ്യാപാര മേഖലയിൽ മാത്രമല്ലാതെ സംരംഭകർ എന്നാണ് നിങ്ങൾ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ധാരാളം സംഘടനയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഈ വ്യാപാര മേഖലയെ മാത്രം ഉൾക്കൊള്ളാതെ സംരംഭക മേഖലയെ മൊത്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ളൊരു കാരണം എന്താണ്? സംരംഭ മേഖലയിലുള്ള എല്ലാ വിഭാഗം കാറ്റഗറി സംഘടനകളായി അങ്ങനെയുള്ള സംഘടന ഉണ്ട്. അവർക്കെല്ലാം ഏകോപന സമിതിയിൽ പരിപൂർണ്ണ വിശ്വാസമാണ്. കാരണം അവരുടെയൊക്കെ വിഷയങ്ങൾ നമ്മൾ കേൾക്കുകയും അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. കാരണം ഇവരെല്ലാം പലപ്പോഴും 2 മെമ്പർഷിപ്പുള്ള ഒട്ടനവധി ആൾക്കാരുണ്ട്. ഒന്നാമത് ഇപ്പോൾ ഏകോപന സമിതിയിൽ തന്നെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റിൽ മെമ്പർഷിപ്പ് കാണും. ഏകോപന സമിതിയിൽ തന്നെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ്റ്സ് മെമ്പർഷിപ്പ് കാണും. ഏകോപന സമിതി മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മെഡിക്കൽ സ്റ്റോർ രംഗത്ത് മെമ്പർഷിപ്പ് കാണും. അപ്പോൾ ഈ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നവരാണ്. അപ്പം പൊതുവെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ഒരു അങ്ങാടിയിൽ ഒരു മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നവർ, പെട്രോൾ പമ്പ് നടത്തുന്നവർ, മെഡിക്കൽ സ്റ്റോർ നടത്തുന്നവർ, അവർ വിവിധ തരത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവരെല്ലാം ഒന്നിച്ചൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏതൊരു വ്യാപാരിക്കും ഏതൊരു സംരംഭത്തിനും ബുദ്ധിമുട്ടുണ്ടായാൽ സ്വാഭാവികമായും സഹോദരങ്ങളെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ വിഷയങ്ങളിലും സംഘടന ഇടപെടും. സംഘടനയിൽ അവർക്ക് വിശ്വാസമാണ് എന്ന് വിചാരിച്ച് നമുക്കറിയാം എല്ലാവർക്കും പലർക്കും പലതിൻ്റെയും നേട്ടം എടുക്കാൻ ആഗ്രഹമുള്ളവരും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തയ്യാറില്ലാത്തവരും അപൂർവമായിട്ട് കാണും. പക്ഷേ അതൊന്നും ഒരു വലിയ വിഷയമായിട്ട് എടുക്കാറില്ല. ഞങ്ങളുടെ സംഘടന പ്രത്യേകത, നമ്മളൊരു സമരം ആഹ്വാനം ചെയ്താൽ ആ സമരത്തിൽ അവർ സ്വമേധയാ പങ്കെടുക്കണം. അല്ലാതെ ഒരു കാരണവശാലും നിർബന്ധിച്ചൊരു പരിപാടിയില്ല. ഇപ്പം നമ്മൾ നടത്തിയിട്ടുള്ള പല പണിമുടക്ക നയങ്ങളുണ്ട്. സ്വന്തമായി പണിമുടക്കുക, അല്ലാതെ മറ്റുള്ളവരുടെ പണി നിഷേധിക്കുകയല്ല. ഇപ്പം ഉദാഹരണത്തിന് നമുക്കൊരു വ്യാപാര സ്ഥാപനം ഉണ്ടെങ്കിൽ 13-ാം തീയതി നിങ്ങൾ കട തുറന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അങ്ങനെ അത് നിങ്ങളുടെ സ്വന്തമായ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സഹകരിക്കാതിരിക്കാം. സ്വാഭാവികമായും ഞങ്ങളുടെ ഒരു കേഡർ പ്രസ്ഥാനം എന്നതിൽ ഞങ്ങളിൽ പൊതുവെ ഈ മറ്റുള്ളവരെ കാലുവാരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പൊതുവായി ഇത്തരം നയങ്ങളോടും തീരുമാനങ്ങളോടും കൂട്ടിച്ചേർന്ന് ഒന്നിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സംരംഭർ. നമ്മുടെ സമയം അവസാനിക്കാറായതുകൊണ്ട് 2 ചോദ്യം കൂടെ ചോദിച്ച് നമ്മൾ അവസാനിപ്പിക്കാം. നിങ്ങൾ തിരക്കിലാണല്ലോ, വളരെ തിരക്കിനിടയ്ക്കാണല്ലോ വന്ന് ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. 2 ചോദ്യം ചോദിക്കാനുള്ളത്, ഒന്ന്, കേരളത്തിൻ്റെ വ്യാപാര മേഖലയുടെ അടുത്ത ഭാവി എന്താണ്? ഇപ്പോൾ ഈ തകർച്ചയുള്ള സാമ്പത്തിക മേഖലയിലെ സമ്പദ് വ്യവസ്ഥയുടെ ഈ തകർച്ച ഇനി അങ്ങോട്ട് തുടരുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതിനൊരു ഉയർച്ച ഉണ്ടാകുമോ? കോർപ്പറേറ്റുകൾ ബോധപൂർവം നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഈ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിച്ച് പിടിച്ചു നിൽക്കുന്നവരാണ് ഇപ്പം നിലവിലുള്ളവർ. അവർക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ബാങ്ക് ലോണുണ്ട്. പക്ഷേ അവരെ പെട്ടെന്ന് തുരത്തുവാൻ വേണ്ടി സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥന്മാരെ പർച്ചേസ് ചെയ്തെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പർച്ചേസ് ചെയ്തുകൊണ്ട്, അതായത് യൂസർ ഫീ
നമ്മൾ ഹരിതകർമ്മസേനയെ കൊണ്ട് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും മാസം 100 രൂപ കൊടുക്കണമെന്നുള്ള കണ്ടീഷൻ വെക്കുന്നു. അത് ആവശ്യമില്ലാത്ത കടക്കാർ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം കച്ചവടക്കാരിൽ എല്ലാവരും സമ്പന്നർ, എല്ലാവരും വലിയ ബുദ്ധിമുട്ടി കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്ത ഒഴിവാക്കണമെന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇത് കൊടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് കച്ചവടം നിർത്തിപ്പോകണമെന്നാണ് കോർപ്പറേറ്റുകൾ ഉദ്യോഗസ്ഥ IASകാർക്ക് പണം കൊടുത്ത് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ പുതിയ ഒരു വ്യവസ്ഥയനുസരിച്ച് നമ്മുടെ സ്ഥാപനങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ 3 സ്ഥാപിക്കണം എന്നുള്ളത്. ആ വേസ്റ്റ് ബിന്നുകളിനകത്ത് നമ്മുടെ കടയിലെ മാലിന്യമല്ല, പൊതുസമൂഹത്തിനുള്ള മാലിന്യം കൂടി ഉപയോഗിക്കും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചെറിയ കടമുറിയുടെ മുന്നിൽ ഈ നാട്ടിലുള്ള എല്ലാവരും കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനം ഒരു പൂട്ടി. അപ്പോൾ കട പൂട്ടിക്കാനൊരു മാർഗ്ഗമാണ്. അതുപോലെ വ്യാപാര സ്ഥാപനത്തിൽ ശൗചാലയം വേണമെന്ന് പറയുന്നത്, ശൗചാലയം ഓക്കെ, അങ്ങനെ പറ്റുന്നവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ചെറിയ കടകളിൽ പോലും ശൗചാലയം പൊതുസമൂഹത്തിന് തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കടകൾ ശൗചാലയമാക്കി മാറ്റിക്കൊണ്ട് കട പൂട്ടിച്ച് കോർപ്പറേറ്റുകൾക്ക് എത്രയും പെട്ടെന്ന് രാജ്യത്തെ മുഴുവൻ ചെറുകിട സംരംഭകരെ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്തരം IASകാരെ പർച്ചേസ് ചെയ്ത് അപ്പോൾ ഇത് ഗവൺമെൻറ് ഇത് ശ്രദ്ധിക്കുന്നില്ല, മന്ത്രിമാർക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഗവൺമെൻറ്റിനെ കൂടുതൽ ഇതുപോലെ 29 പല ആവശ്യം സമ്മർദ്ദം കൂടിയാണ് നിങ്ങളുടെ ഈ. അപ്പോൾ ഇത്തരം തീരുമാനങ്ങൾ ഗവൺമെൻറ് പഠിക്കണം, സംരംഭകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഗവൺമെൻറ് പഠിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം മെഡിക്കൽ സ്റ്റോർ രംഗത്ത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത് ഈ കോർപ്പറേറ്റ് കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പെട്രോൾ പമ്പുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അവർക്കും ഈ റിലയൻസ് പോലുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കണം, മറ്റുള്ള പെട്രോൾ പമ്പുകളെല്ലാം അടച്ചുപൂട്ടുന്നത്. കാരണം ഒരു പമ്പിൻ്റെ കീഴിൽ ഒരു പമ്പും കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കത് ലാഭകരമാക്കി പറ്റില്ല. പിന്നെ അവരുടെ കമ്മീഷൻ കുറവാണ്. അപ്പോൾ അതിനെല്ലാം മാറ്റം വരണം. അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്, അവർക്ക് ഈ സൗജന്യങ്ങൾ, വിദ്യാർത്ഥികൾക്കടക്കമുള്ള സൗജന്യങ്ങൾ, ട്രാൻസ്പോർട്ട് ബസ് കൊടുക്കില്ല, അത് പ്രൈവറ്റ് ബസ് കൊടുക്കണം. ഈ പ്രൈവറ്റ് ബസ് കോടിക്കണക്കിന് രൂപയാണ് സർക്കാരിലേക്ക് ഖജനാവിലേക്ക് എത്തുന്നത്. ട്രാൻസ്പോർട്ടിനെ കൊണ്ട് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. പൊതുജനങ്ങൾക്ക് ഗ്രാമങ്ങളിലേക്ക് പ്രൈവറ്റ് ബസ് ഇല്ലെങ്കിൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ് ഓരോന്ന് പൂട്ടിപ്പോകുന്നത് കൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് പാവപ്പെട്ട സാധാരണക്കാർക്കാണ്, ചെറുകിട വ്യാപാരികൾക്കാണ്. ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആ വിഷയങ്ങളിലുള്ള ഞങ്ങൾ കൂടെ നിൽക്കുകയാണ്. എനിക്ക് സമയം അവസാനിക്കാറായതുകൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ. അപ്പോൾ രാജു അപ്സര എന്ന വ്യക്തിക്ക്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ഈ സംഘടനയെക്കുറിച്ചുള്ളൊരു വിഷൻ എന്താണ്? ഈ കേരളത്തിൻ്റെ സംരംഭക മേഖലയെക്കുറിച്ച്, അടുത്ത ഭാവിയെക്കുറിച്ചുള്ളൊരു വിഷൻ എന്താണ്? ഈ സംരംഭ മേഖലയുടെ തകർച്ച കാരണം കേരളത്തിൻ്റെ 4 ഭാഗങ്ങളിലും കടമുറികൾ പൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഏതാനും വർഷം കഴിയുമ്പോൾ മുഴുവൻ കടമുറിയും പൂട്ടപ്പെടും. നമ്മുടെ ടൗണിലൊക്കെ വിജനമാകും. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ പ്രകാശപൂരിതമാകുന്നത് വ്യാപാര സ്ഥാപനങ്ങളുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മുടെ സംസ്ഥാനം മൊത്തം ഇരുട്ടിലേക്ക് പോകാൻ പോകുന്നു, ഒരു ടൗണുകളും ഇല്ലാതാകാൻ പോകുന്നു. 100 വർഷത്തിന് മുമ്പ് നമ്മുടെ സംസ്ഥാനം എങ്ങനെയാണോ അങ്ങനെ ആകാൻ പോകുന്നു. അതിനെ തടയുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഈ നാടിനെ സംരക്ഷിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ്. ഞാൻ പറയില്ലേ, കേരളത്തിൽ തന്നെ 10-75 ലക്ഷം കുടുംബങ്ങൾ ജീവിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ ഇത്രയും ജനങ്ങൾക്ക് തൊഴിലില്ലാതാകുന്നതോട് ഈ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നോക്കുക, ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുന്നത്. അതിനെ പരിഹരിക്കാൻ ഗവൺമെൻറ് മനസ്സിലാക്കുക, ജനങ്ങളെ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു നിവേദനം കൊണ്ട് മുഖ്യമന്ത്രി കൊടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം ഇത്രയും ദിവസങ്ങളെടുത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പൊതുവേദികളിൽ പൊതുസമൂഹത്തെ അണിനിരത്തിക്കൊണ്ട് ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ മുഴുവൻ വിശ്വാസം ആർജിച്ചുകൊണ്ട് അതിലൂടെ കാസർഗോഡ് തുടങ്ങുമ്പോൾ തന്നെ LDFൻ്റെ അടക്കമുള്ള മുഴുവൻ MLAമാരെ ഞാൻ നേരിപ്പോയി കണ്ടു. സമരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് മുഴുവൻ MLAമാർ കാര്യങ്ങൾ മനസ്സിലാക്കി. അവരെല്ലാം ഇത് വായിച്ചിട്ട് അത്ഭുതപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ രാജ്യത്ത് വന്നിരിക്കും. ശൗചാലയം വേണമെന്നും ശൗചാലയം പൊതുസമൂഹത്തിൽ തുറന്നു കൊടുക്കണം, അതൊക്കെ അവരെ അത്ഭുതപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് നിരോധനം. പ്ലാസ്റ്റിക് നിരോധനം നടക്കുക എന്ന് വെച്ചാൽ എല്ലാം പ്ലാസ്റ്റിക് പൊതിഞ്ഞ ബാഗുകളാണ് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗ് മാത്രമാണ് നിയമവിരുദ്ധമാകുന്നത്. ഈ പ്ലാസ്റ്റിക് ബാഗ് നാട്ടിലൂടെ കൊണ്ടു നടക്കാം, ഫാക്ടറികൾക്ക് വിൽപ്പന നടത്താം, ഉൽപ്പാദിപ്പിക്കാം. അവിടെ ഒന്നും ഒരു തടസ്സമില്ല. പാവപ്പെട്ട ചെറിയ കച്ചവടക്കാരൻ 50 രൂപയുടെ പച്ചക്കറി 50 രൂപയുടെ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ 25 രൂപ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ അവന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ബാഗിലിട്ട് കൊടുക്കാനേ പറ്റൂ. ഈ ബാഗ് നിയമവിരുദ്ധമാണെങ്കിൽ വരുന്ന ജനം ഇത് വാങ്ങില്ല. സ്വാഭാവികമായും അത് അവന് എവിടെ വെച്ച് കണ്ടാലും ഇതിനെതിരെ നടപടിയെടുത്താൽ ജനം ഇത് കൊണ്ടുപോകില്ല. അതേസമയം ആകെ ഒരു പ്രതിരോധമുള്ളത്, ഒരു പ്രശ്നമുള്ള, ഒരു നിയമവിരുദ്ധതയായിരുന്നു ഇപ്പോൾ ഗവൺമെൻറ് കണക്കാക്കുന്നത് ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ ഇരിക്കുമ്പോൾ മാത്രമാണ്. ആളുകൾ ഉപയോഗിക്കുമ്പോൾ പ്രശ്നമില്ല, അത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ പ്രശ്നമില്ല,
അത് ഈ നമ്മുടെ കൊണ്ടുപോകുമ്പോൾ പ്രശ്നമില്ല, എങ്ങും പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെ ഈ ചെറുകിട മേഖല തകർക്കാനുള്ള ഈ റിലയൻസിനെ പോലുള്ള അവരാണ് അവരുടെ ഫാക്ടറിയാണ് ഈ പ്ലാസ്റ്റിക് ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞ് നിർത്താമെന്ന കാര്യമേ ഉള്ളത്. അപ്പോൾ ഇതൊന്നുമല്ല കാരണം ചെറുകിട മേഖല തകർക്കാൻ. അപ്പോൾ ആ വ്യാപാരി 1000 രൂപ വിൽക്കുന്ന ഒരു വ്യാപാരി ഇപ്പോൾ പ്ലാസ്റ്റിക് ബാഗ് വാങ്ങിച്ചതിൻ്റെ ഒരു 10,000 25,000 പെനാൽറ്റി അടയ്ക്കുന്നത്. ആ ഒറ്റ അടിയോടുകൂടി അവൻ്റെ കട പൂട്ടുകയാണ്. അപ്പം ഇങ്ങനെ പൂട്ടിക്കുക എന്നുള്ളതാണ് കോർപ്പറേറ്റുകളുടെ ലക്ഷ്യം. അതിന് IAS ഉദ്യോഗസ്ഥന്മാരെ പർച്ചേസ് ചെയ്തുകൊണ്ട് നിയമങ്ങളുണ്ടാക്കുന്നു. ഒന്നും അറിയാതെ മന്ത്രിമാർ അതിനകത്ത് ഒപ്പിടുന്നു. അതുകൊണ്ട് താഴോട്ട് ഇറങ്ങി വരണം, ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കണം, ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ തീർച്ചയായും മന്ത്രിമാർക്ക് മാറ്റമുണ്ടാകും. ഈ ഗവൺമെൻറ്റിനുള്ള എതിരെ ഒരു സമരമല്ലത്, ഗവൺമെൻറ്റിനെ ബോധവൽക്കരിക്കാനുള്ള സമരമാണ്. തീർച്ചയായും പിണറായി വിജയൻ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, വലിയ വിശ്വാസമുണ്ട്. അദ്ദേഹം തീർച്ചയായും പാവപ്പെട്ട സാധാരണക്കാരിൽ വളർന്നു വന്നൊരു നേതാവാണ്. ഒരുപാട് സമരങ്ങളിലൂടെ വളർന്നു വന്ന നേതാവാണ്. തീർച്ചയായും നിങ്ങളുടെ സമരവും മുഖവിലേക്കെടുക്കും. അദ്ദേഹം രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത എല്ലാ സമരങ്ങളും മുഖവിലേക്കെടുക്കാറുണ്ട് എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ അറിവിൽ. പ്രത്യേകിച്ച് വ്യാപാരികളോട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് 27 മാസത്തെ ഞങ്ങളുടെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ആ മുഴുവൻ പെൻഷൻ കുടിശ്ശിക തീർത്ത് തന്ന ആളാണ്. അങ്ങനെ പല വിഷയങ്ങളും. അമ്പലപ്പുഴ ഒരു ശ്രീകുമാർ എന്നൊരു വ്യാപാരി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് ആത്മഹത്യ ചെയ്തു. ആ കുടുംബത്തിന് 10 ലക്ഷം രൂപ കൂടി സഹായിക്കണമെന്ന് ഞാൻ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 10 ലക്ഷം രൂപ കുടുംബത്തിന് കൊടുത്തതാണ്. അങ്ങനെ ഞാനൊരു ഉദാഹരണം പറയാം, പല സംഭവങ്ങളിലും വ്യാപാരികളുടെ അനുഭാവപൂർവ്വം. പക്ഷേ ഇത്തരം ഉദ്യോഗസ്ഥന്മാരുടെ നയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ്, ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പ്രധാനമായും നിങ്ങളുടെ ഈ സമരത്തിൻ്റെ ഉദ്ദേശവും. ഇപ്പോൾ ശ്രീ രാജു അപ്സര പറഞ്ഞതുപോലെ ധാരാളം പ്രശ്നങ്ങൾ കേരളത്തിലെ സംരംഭക മേഖല നേരിടുന്നുണ്ട്. ഈ സംരംഭക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരെല്ലാം ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും. ആ ആവശ്യങ്ങൾ അംഗീകരിച്ച് ഒരു സമ്പദ്ഘടനയുടെ പുതിയ വളർച്ചയ്ക്ക് വേണ്ടി, കേരളത്തിലെ വ്യാപാര മേഖലയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടി പുതിയൊരു ഉത്തേജനം ഉണ്ടാകുന്നതിന് വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.